നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG ജ്യോതിർഘോഷാണ്. സാർ സ്വാഗതം. നമസ്കാരം. സാർ, ഇറാനും അമേരിക്കയുമായിട്ട് ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 60 ദിവസം കഴിഞ്ഞാൽ അത് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കപ്പെടുമെന്ന് നമുക്ക് തൽക്കാലം കരുതാം. എൻ്റെ ചോദ്യം ഇതാണ്, ഇസ്രയേൽ ഇനി എന്ത് ചെയ്യും? കാര്യം അവിടുത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് അവിടെ രാജ്യത്ത് നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയുണ്ട്. അതിതീവ്ര ദേശീയ വികാരം ആളിക്കത്തിച്ചാണ് അദ്ദേഹം ഈ യുദ്ധത്തിൽ ഇത്ര നാൾ തുടർന്നത്. പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ ഇസ്രയേലിന് ഈ ആക്രമണ പദ്ധതി അവസാനിപ്പിക്കാൻ പറ്റുമോ? അമേരിക്ക അത് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ വെടിനിർത്തൽ കരാറൊക്കെ ലംഘിച്ചുകൊണ്ട് ഇപ്പോഴും ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം എന്ന പേരിൽ ഇപ്പോഴും ഇസ്രയേൽ യുദ്ധത്തിൽ തന്നെ തുടരുന്നു. അതുതന്നെയാണ് നെതന്യാഹു ആവർത്തിക്കുന്നത്, യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല. ഇസ്രയേൽ ഈ നിലപാടെടുക്കുമ്പോൾ ഈ സമാധാന കരാറിൻ്റെ ആയുസ് എത്രത്തോളമായിരിക്കും സാർ? ഇതിപ്പം നമ്മൾ കാണുന്നത് അമേരിക്കയും ഇറാനും തമ്മിലൊരു നല്ല ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായ രീതിയിൽ ഇറാന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, ഹിസ്ബുള്ളയ്ക്ക് നേർക്ക് ഇസ്രായേലിൽ നിന്ന് ആക്രമണം ഉണ്ടാകില്ല എന്നുള്ളത്. അപ്പൊ അതിപ്പോ ഇസ്രായേൽ അത് പരിഗണിക്കുന്നില്ല. ഇപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിലും ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ നേർക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പുതിയ ഡെവലപ്മെന്റാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് സൗദി അറേബ്യ വളരെ കർക്കശമായ ഭാഷയിൽ ഇസ്രായേലിന് ഇപ്പൊ താക്കീത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ തെക്കൻ ലെബനോണിൽ നിന്ന് നിങ്ങൾ പിന്മാറണം, ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ആക്രമണം നിർത്തണം. മനസ്സിലാക്കേണ്ടത്, ഹിസ്ബുള്ളയെ സൗദി അറേബ്യ അംഗീകരിക്കുന്നില്ല. സൗദി അറേബ്യ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ശത്രുതാഭാവത്തോടു കൂടിയാണ് ഹിസ്ബുള്ളയെ കാണുന്നത്. എന്നിട്ടും സൗദി അറേബ്യ ഈ ഒരു കർശനമായ താക്കീത് ഇസ്രായേലിന് കൊടുക്കുകയും ഇസ്രായേൽ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, ഇത് നിങ്ങൾ പിന്മാറണം, ഇല്ലെങ്കിൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും എന്നുവരെ ഒരു പരോക്ഷമായ മുന്നറിയിപ്പ് നൽകി. അതോടൊപ്പം തന്നെ സൗദി അറേബ്യ അന്താരാഷ്ട്ര സമൂഹത്തിനോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളെല്ലാവരും അന്താരാഷ്ട്ര സമൂഹം ഇവിടുത്തെ ഈ സമാധാനത്തിലെ കണക്കിലെടുത്ത് ഇസ്രായേലിന്റെ പുറത്ത് സമ്മർദ്ദം ചെലുത്തണം. ഇത് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത് ട്രംപിന്റെ ഒരു ഗതികേട് കൂടിയാണ്. കാര്യം ട്രംപിന് ഇസ്രായേലിന്റെ പുറത്തുള്ള ആ ഒരു സ്വാധീനം നഷ്ടമാകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അമേരിക്കയിലെ ജ്യൂസ് ആണ് നിശ്ചയിക്കുക ഏത് രീതിയിലാണ് അമേരിക്ക മുമ്പോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രവർത്തിക്കേണ്ടത് എന്നെല്ലാം. അത് അവിടുത്തെ എന്ന് പറയുന്നത് തന്നെ ഒരു ജ്യൂസ് സ്റ്റേറ്റ് ആണ്. കാരണം അവിടുത്തെ ഉള്ള സകല മൾട്ടിനാഷണൽ കമ്പനീസും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ഒക്കെ ഇവരുടെ കയ്യിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്രായേലില് ഈ നെതന്യാഹുവും ഈ ഒരു സമീപനം സ്വീകരിക്കുന്നത്. പക്ഷെ അവിടെ ട്രംപ് ഒരു ഗതികേട് പെട്ടിരിക്കുന്നു. കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ട്രംപ് ഇസ്രായേലിന്റെ അടുത്ത് ഇസ്രായേലും നെതന്യാഹുവും തമ്മിലുള്ള സംഭാഷണമാണെങ്കിലും നെതന്യാഹുവിനെ വരട്ടുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ യുദ്ധം ചെയ്താൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമെന്ന് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുകയുണ്ടായി. അപ്പൊ ആ സമയത്താണ് ഇപ്പോ സൗദി അറേബ്യ ഇസ്രായേലിന് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ട്രംപിന് വേണ്ടി സൗദി അറേബ്യ ചെയ്തിരിക്കുന്ന ഒരു പ്രക്രിയയാണത്. കാരണം സൗദി അറേബ്യക്കും താല്പര്യമുണ്ട് ഈ പ്രദേശത്ത് ഇപ്പോ സമാധാനം വരണമെന്ന്. അത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ഈ യുദ്ധം തന്നെ അവസാനിക്കുന്നത്, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അത് അമേരിക്കൻ അനാലിസ്റ്റുകൾ തന്നെ വിലയിരുത്തി തുടങ്ങി. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡീൽ എന്ന് പറയുന്നതും ഈ യുദ്ധം എന്ന് പറയുന്നതും ഇറാൻ പ്രത്യക്ഷത്തിൽ ഒരു വിജയിച്ച അവസ്ഥയാണ്. പക്ഷെ യഥാർത്ഥ വിജയി ചൈനയും ഒപ്പം റഷ്യയുമാണെന്നുള്ളതാണ്. ഇതിലെ നമ്പർ 1 വിജയി എന്ന് പറയുന്നത് ചൈനയാണെന്നാണ് പറയുന്നത്. അമേരിക്ക വളരെ ദയനീയമായി പരാജയപ്പെട്ട ഒരു അവസ്ഥയാണ്. അമേരിക്കയ്ക്ക് ഈ ഡീലിന്റെ പിന്നാമ്പുറത്ത് നടന്ന സംഗതി പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വിമർശനം പോലും അമേരിക്കയ്ക്കുള്ളിൽ നിന്നും അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരും അതേപോലെ തന്നെ അവിടുത്തെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ എമരിറ്റസ് പ്രൊഫസറായിട്ടുള്ള ജെഫ്രി സാക്സും ഒക്കെ പറയുന്നത് ഇത് ചൈനയുടെ വിജയമാണ് ഈ ഡീൽ എന്നുള്ളതാണ്. കാരണം ഇന്നലെ മുസ്തഫയും അതേപോലെ തന്നെ IRGCയും അവിടുത്തെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനോട് ട്രംപിന്റെ നിർദ്ദേശം വലിയ താല്പര്യമില്ലായിരുന്നു, പക്ഷെ ഞങ്ങളത് പോകാൻ തീരുമാനിക്കുകയായിരുന്നു പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ചൈനയുടെ ഗോ ഹെഡ് കേട്ടിട്ടാണ് ഇറാൻ ഈ ഒരു സമീപനം എടുത്തത്. ചൈന അങ്ങനെ പറയാൻ കാരണം ഈ ചൈനയുടെ ഒരു സാന്നിധ്യം വളരെ പ്രസക്തമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വിശേഷിച്ച് ഈ പുതിയ എമർജിങ്
അന്തരീക്ഷത്തിൽ, ഈ എമർജിങ് അന്തരീക്ഷത്തിൽ ഇത് അങ്ങനെ വരാൻ കാരണമെന്ന് പറയുന്നത് എം ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് പ്ലാറ്റ്ഫോം അത് നേരത്തെ തന്നെ 2024 മുതൽ ഓപ്പറേഷനിലാണ്. ആ എം ബ്രിഡ്ജിനകത്തുള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് തായ്വാൻ, ജപ്പാൻ, സൗദി അറേബ്യ, ചൈന, റഷ്യ, ഇത്രയും രാജ്യങ്ങൾ, ഹോങ്കോങ് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ എം ബ്രിഡ്ജ് പ്രവർത്തിക്കുന്നത്. ഈ എം ബ്രിഡ്ജിലൂടെ, ഈ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിലൂടെ ഇപ്പോഴും വളരെ സാധാരണഗതിയിൽ ഇടപാടുകൾ നടക്കുന്നുണ്ട്. പക്ഷേ അതിനെ കൊമേഴ്സ്യലി ലോഞ്ച് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ആ കൊമേഴ്സ്യൽ ലോഞ്ചിങ്ങിന് ഒരു അവസരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അപ്പൊ അതിനകത്ത് ഇറാനും വരും, ഇനി മറ്റു രാജ്യങ്ങളും വരും. അപ്പൊ ഈ ഒരു കൊമേഴ്സ്യൽ ലോഞ്ചിങ്ങിന് ഒരു അവസരം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ മധ്യേഷ്യയിലെ സമാധാനം അനിവാര്യമാണ്. ഈ അനിവാര്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അമേരിക്കയുടെ ഒരു ഗതികെട്ട്, അമേരിക്ക വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരുന്നു ഇറാന്റെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്ന ഡീലിലേക്ക് വരണമെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അമേരിക്ക, ട്രംപ് എല്ലാം തകർന്ന ഒരവസ്ഥയിലായിരുന്നു, യുദ്ധത്തിലും പരാജയപ്പെട്ടു. അപ്പോ ഈ തല ഊരിക്കൊണ്ട്, വലിയ അപകടമില്ലാതെ തല ഊരിക്കൊണ്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യം. അപ്പൊ ആ ഒരു സന്ദർഭത്തെ മുതലാക്കിക്കൊണ്ട് ഈ മധ്യേഷ്യയിൽ സമാധാനം കൊണ്ടുവരിക, അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു വളരെ വ്യക്തമായ ഒരു ചേരി രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിനകത്ത് വളരെ സാങ്കേതികമായ സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തത് റഷ്യയും കൂടെയാണ്. ഇത് റഷ്യയുടെ വിജയമാണ്. അപ്പൊ റഷ്യ, ചൈന, ഈ രണ്ട് ശക്തികള് വളരെ ശക്തമായിട്ട് യുദ്ധം കഴിഞ്ഞതോടുകൂടി മധ്യേഷ്യയുടെ സ്വാധീനത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അമേരിക്കയുടെ സ്വാധീനം അവിടെ ഇല്ലാണ്ടാവുന്നു. എം ബ്രിഡ്ജ് എന്ന് പറയുന്നത് കൊമേഴ്സ്യലി ലോഞ്ച് ചെയ്യാൻ പോകും. അത് ലോഞ്ച് ചെയ്യുന്നതിനാണ് ഇവർക്ക് സമാധാന അന്തരീക്ഷം വേണ്ടത്. അപ്പൊ എം ബ്രിഡ്ജ് ലോഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത്, ഇടപാടുകൾ ഇപ്പൊ ഇതുവരെ നമ്മൾ ഈ രാജ്യങ്ങളിലെ മിക്ക രാജ്യങ്ങളും ആശ്രയിച്ചിരുന്നത് അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഇടപാടുകളിൽ ഡോളറായിരുന്നു. ആ ഡോളറിനെ മാറ്റിയിട്ട് എം ബ്രിഡ്ജ് പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ് ചെയ്തത്. അതിന്റെ കൊമേഴ്സ്യൽ ലോഞ്ച് ഇപ്പൊ ഉടനെ തന്നെ സംഭവിക്കും. ഇത് വരുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഇത് ഇന്നലെ ഈ യുദ്ധം അവസാനിച്ചോടുകൂടി അമേരിക്കയില് ഇന്നലത്തെ അവിടുത്തെ സ്റ്റോക്കില്, വാൾ സ്ട്രീറ്റില് അവിടെ അവര് വളരെ വ്യക്തമായിട്ട് അത് സൂചിപ്പിക്കുകയും ചെയ്തു. അവരുടെ ഈ ഡോളറിന്റെ വില കൂപ്പുകുത്തിയതൊന്നുമില്ല, പക്ഷെ സ്ലിപ്പ് ചെയ്തു എന്നവർ, അതാണ് അവർ ഉപയോഗിച്ച വാക്ക്. അത് ഡോളർ അതിന്റെ അർത്ഥം തകർന്നു എന്നുള്ളതല്ല. ഈ ഒരു തകർച്ചയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 10 വർഷമെങ്കിലും എടുക്കും എന്നാണ് പറയുന്നത്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ സംഭവിക്കുന്നതല്ല. പക്ഷെ ആ സ്ലിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ആ സ്ലിപ്പ് സ്റ്റാർട്ട് ചെയ്തതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് ഈ എം ബ്രിഡ്ജ് എന്ന പേയ്മെന്റ് പ്ലാറ്റ്ഫോം കൊമേഴ്സ്യൽ ലോഞ്ചിന്റെ അത് മുൻകൂട്ടി കണ്ടിട്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ചൈന ഇപ്പൊ അമേരിക്ക തന്നെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് പ്രഖ്യാപിച്ചു ചൈന വളരെ ത്രെട്ടായിട്ട് വരികയാണ്. ആ ത്രെട്ടിന്റെ അല്ലെങ്കിൽ ആ ചൈനയുടെ ആ ശക്തിയുടെ ഒരു സാന്നിധ്യം കൂടെയാണ് ഈ ഡീലിലുള്ളത് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇറാൻ വമ്പൻ നേട്ടങ്ങൾ നേടിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഈ 30,000 ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇറാനിൽ സംഭവിക്കുന്നത്. അതിനകത്ത് ട്രംപിനും ഗുണമുണ്ട്. ട്രംപിന് വ്യക്തിപരമായിട്ട് വളരെയധികം നേട്ടമാണ്. കാരണം ഈ 30,000 ലക്ഷം കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറാനിൽ നടക്കുമ്പോൾ അത് അവിടുത്തെ ഗൾഫ് രാജ്യങ്ങളിലുള്ള രാജ്യങ്ങളും അവരോട് ചേർന്ന് നിൽക്കുന്ന നിർമ്മാണ കമ്പനികളാണ് അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. അപ്പൊ അതിനകത്ത് സ്വാഭാവികമായിട്ട് ട്രംപിന്റെ താല്പര്യങ്ങളുണ്ടാവും. ഇവിടെ എല്ലാം ട്രംപിന് വ്യക്തിപരമായിട്ട് താല്പര്യങ്ങളാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഞാൻ പ്രൈമറിലി ഐ എം എ ബിസിനസ് മാൻ. അപ്പൊ ഇന്ന് പറയുന്നത് പോലെ ഈ ഒരു അവസ്ഥ, അതുപോലെ തന്നെ ഇപ്പം $12 ബില്യൺ ഈ ഫ്രീസ് ചെയ്ത അസറ്റ് ഇറാന് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഘട്ടം ഘട്ടമായിട്ട് ബാക്കിയുള്ളതിന്റെ നിശ്ചയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 60 ദിവസത്തിനകം ഇനി വരാൻ പോകുന്ന ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പൊ ഇന്നാണ് സ്വിറ്റ്സർലൻഡില് യഥാർത്ഥ ഈ കരാർ ഒപ്പിടുക. കഴിഞ്ഞ ദിവസം ഒപ്പിട്ടത് MOU ആണ്, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഒപ്പിട്ടത്. ഇന്നിപ്പോ ഈ കരാർ നിലവിൽ വന്നാൽ 60 ദിവസത്തിനകമാണ് ഈ പറഞ്ഞതുപോലെ ഈ കരാറിന്റെ മുഴുവൻ സംഗതികളും ചർച്ച ചെയ്ത് അത് പൂർണ്ണ രൂപത്തിലേക്ക് എത്തുക. അപ്പൊ ഈ 60 ദിവസം കഴിയുമ്പോഴാണ് കഴിയുന്ന നിമിഷത്തിലേക്കായിരിക്കും ഈ എം ബ്രിഡ്ജ് കൊമേഴ്സ്യൽ ലോഞ്ചിന് തയ്യാറാവുന്നത്. അത് തയ്യാറാവുമ്പോഴത്തേക്ക് ഈ രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ഇപ്പൊ ഇന്നത്തെ ഗ്ലോബൽ പവേഴ്സായി മാറിയിരിക്കുന്ന ചൈനയും റഷ്യയും ഇറാനും സൗദി അറേബ്യയും തായ്വാനും അതുപോലെ ഇതെല്ലാം ഈ എം ബ്രിഡ്ജ് മോഡലിലേക്ക് മാറുകയും പുതിയ രാജ്യങ്ങൾ, ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ പ്ലാറ്റ്ഫോമിലേക്ക് മാറും.
മാത്രമല്ല സ്വിഫ്റ്റ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യുന്നതിനേക്കാൾ അതിന്റെ 50% കുറവിലാണ് എംബ്രിഡ്ജ് പ്ലാറ്റ്ഫോം ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ ഡോളർ പിന്നെ ഈ പറഞ്ഞ ഡോളർ തകർന്നു കഴിഞ്ഞാൽ അമേരിക്കയും തകർന്നു കഴിഞ്ഞു. പിന്നെ ഈ പെട്രോ ഡോളർ ശക്തമായിട്ട് നിർത്തുന്നതിൽ മുഖ്യമായ പങ്കുവച്ചിരുന്നത് സൗദി അറേബ്യ ആയിരുന്നു. ആ സൗദി അറേബ്യയും ഇതിനകത്തൊരു മുഖ്യ കക്ഷിയാണ്. വളരെ വ്യക്തമായിട്ട് ഇപ്പോഴും സൗദി അറേബ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്, വ്യാപാരപരമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. സൗദി അറേബ്യ വമ്പൻ നിക്ഷേപങ്ങൾ അമേരിക്കയിൽ നടത്തുന്നുണ്ട്. അതേസമയം സ്ഥാപക രാജ്യങ്ങളിലെ ഒരു അംഗമാണ്. അപ്പൊ അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പൊ അമേരിക്കയുടെ സാമ്രാജ്യത്വം തകരുന്നു, ഡോളർ തകരുന്നു, ഡോളറിന്റെ ആധിപത്യം തകരുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് സൗദി അറേബ്യയും ഈ ഒരു സമീപനത്തിലേക്ക് നീങ്ങുന്നത്. അത് ഈ ഒരു പുതിയ ബ്ലോക്കിലേക്ക് വരികയാണ്. അവിടെയാണ് നമ്മൾ പിന്നെ ബ്രിക്സിനെയും കാണേണ്ടത്. അപ്പൊ ഇനി ഈ ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാം മറ്റേ അതും കൂടെ ഈ എംബ്രിഡ്ജ് പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് ലോക സമ്പദ് വ്യവസ്ഥയിലും ഈ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ നമുക്ക് പിന്നെ നിർണ്ണയിക്കാൻ പറ്റുന്നതാവില്ല. കാരണം അത് അവിടെയാണ് ഈ അമേരിക്കൻ ഡോളർ അല്ലെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വം അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറിന്റെ ഒരു വലിയ പതനം. അവിടുത്തെ ഈ അമേരിക്കൻ ധനകാര്യ വിദഗ്ധർ പറയുന്നത് അത് 10 വർഷം വരെ മാക്സിമം പോകാം, അതല്ലെങ്കിൽ 5 വർഷത്തിനകം സംഭവിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ബ്രിക്സ് രാജ്യങ്ങളും കൂടെ ഈ ഒരു എംബ്രിഡ്ജ് എന്ന പേയ്മെന്റ് പ്ലാറ്റ്ഫോമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഈ 10 വർഷം എന്നുള്ളത് ചിലപ്പോൾ ഒരുപക്ഷെ 5 വർഷത്തിനകം തന്നെ ഈ ഡോളറിന്റെ ഒരു പതനം നമുക്ക് കാണേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ ഇറാൻ അമേരിക്ക ഡീൽ സംഭവിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ലോക ചരിത്രത്തിൽ തന്നെ ഒരു വലിയൊരു അധ്യായമായിട്ട് മാറാൻ പോവാണ്. കാരണം ഇറാന് കുറെ നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും വ്യക്തികൾ അവരുടെ മതമേലധ്യക്ഷന്റെ ഒക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഭൗതികമായിട്ടും അതോടൊപ്പം ഇറാന്റെ മുമ്പോട്ടുള്ള വളർച്ചയ്ക്കും വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും ഈ യുദ്ധം ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അമേരിക്ക ഇന്ന് എഗ്രിമെന്റ് ഒപ്പിടാൻ പോയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് നടത്തിയ പ്രസ്താവന വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞത് ആളുകളെ കൊന്നു തള്ളിയതുകൊണ്ട് മാത്രം ഒരു പ്രശ്നവും പരിഹരിക്കാനൊക്കില്ല, ചർച്ചയിലൂടെയാണ് അത് സാധ്യമാകുക. ഇത് ഇസ്രായേൽ തിരിച്ചറിയണമെന്നാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന. നമുക്കറിയാം ഇസ്രായേൽ പ്രധാനമന്ത്രിയും ട്രംപും തമ്മിൽ നടത്തിയ ഫോൺ സംഭാഷണം അവസാനം നാട്ടുപ്രയോഗത്തിലൊക്കെ അവസാനിച്ച ഒരു ഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ അഭിപ്രായ ഭിന്നതയാണോ, അതോ ഈ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ നയതന്ത്ര തലത്തിൽ തന്നെ ഒരു അകൽച്ച തുടങ്ങിയിട്ടുണ്ടോ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ? അവിടെയാണ് പ്രേംലാൽ നമ്മൾ കാണേണ്ട ഈ അമേരിക്ക എന്ന് പറയുന്നത് നമ്മൾ കാണുന്നില്ല. യഥാർത്ഥ അമേരിക്കയുടെ ശക്തിയെ നമ്മൾ പുറമേ കാണുന്നില്ല. അവിടെയാണ് ഈ അമേരിക്കയുടെ നമ്മളിപ്പോ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുമല്ലോ, അത് ശരിക്കും ജൂത വംശജരുടെ ഇൻട്രസ്റ്റ് ആണ്, താല്പര്യമാണ്. ആ താല്പര്യവും ട്രംപും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോ JD വാൻസ് പറയുന്നുണ്ട് ആൾക്കാരെ വെറുതെ കൊന്നു തള്ളിയിട്ട് കാര്യമില്ല, അതും ഇസ്രായേലിന്റെ പുറത്ത് സമ്മർദ്ദം ചെലുത്തുകയാണ്. അവിടെയാണ് സൗദി അറേബ്യയെ കൊണ്ട് അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇസ്രായേലിനെ എന്താ പറയാ മുന്നറിയിപ്പ് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിരട്ടിന്റെ ഭാഷയിലാണ് സൗദി അറേബ്യ സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ സൗദി അറേബ്യയും അത്ര കണ്ട് വെറുപ്പിക്കാൻ പറ്റത്തില്ല ഇസ്രായേലിന്, പക്ഷെ വൻ നാശം ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും എന്നുള്ള രീതിയിലാണ് സൗദി അറേബ്യ സംസാരിച്ചിരിക്കുന്നത്. അതേപോലെ സൗദി അറേബ്യ പറയുന്നത് അന്താരാഷ്ട്ര സമൂഹങ്ങളുടെ സമ്മർദ്ദം ഇതിലേക്ക് വേണമെന്ന് പറയുന്നത്. അപ്പൊ ലോക സമ്മർദ്ദം മുഴുവൻ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളും അതുപോലെ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും എല്ലാം ഇപ്പോ ഈ നെതന്യാഹുവിന്റെ പുറത്ത് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അവിടെയാണ് ഈ അമേരിക്കയുടെ യഥാർത്ഥ ശക്തി ആരാണ് എന്നുള്ളത് നമ്മൾ ഈ ജൂത വംശജരുടെ അവരുടെ സാമ്പത്തിക ശേഷിയും അമേരിക്കൻ സംവിധാനങ്ങളുടെ പുറത്തുള്ള ആ ഒരു പിടിയും ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് തമ്മിലുള്ള ഒരു ടഗ്ഗാണ് നമ്മളിപ്പോ കാണുന്നത്. അവിടെയാണ് ഈ ട്രംപിന്റെ നിസ്സഹായത കൊണ്ടാണ് ഈ JD വാൻസ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്, അതേപോലെ സൗദി അറേബ്യ ഇടപെടേണ്ടി വരുന്നത്. അപ്പൊ ഇവിടെയാണ് ഈ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ അമേരിക്ക ഈ പറഞ്ഞതുപോലെ ചൈന വിജയിക്കുകയും അമേരിക്ക എന്ന രാഷ്ട്രം പരാജയപ്പെടുകയും അതോടൊപ്പം തന്നെ ജ്യൂസിന്റെ താല്പര്യം വളരെ ശക്തമായിട്ട് ഈ പറഞ്ഞതുപോലെ ഇതിനെല്ലാം ഈ ലോക സമാധാനത്തിന് തന്നെ ഈ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വർഗീയമായിട്ടല്ല പറയുന്നത്, അമേരിക്കയെ നിയന്ത്രിക്കുന്ന സാമ്പത്തിക ശേഷിയാണ് അവർ.
ആ സാമ്പത്തിക ശേഷി, അതെ, അവരുടെ ഒരു 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 ആഗോള ഒരു അല്ലെങ്കിൽ ഇന്നത്തെ ജിയോ പൊളിറ്റിക്സിൽ അവരുടെ ആ ഒരു അമേരിക്കൻ സംവിധാനങ്ങളുടെ പുറത്തും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ പുറത്തുള്ള ആ പിടിമുറുക്കത്തിന്റെ ഒരു ധാർഷ്ട്യവുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി സാർ, അവിടെ ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, നമുക്കറിയാം പലസ്തീനിൽ ഇസ്രായേൽ നടത്തിയ സൈനിക നടപടിക്കൊക്കെ തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ നിയമ നടപടികൾ ആ രാജ്യത്ത് തുടങ്ങിയും രാജ്യത്തോടായി അദ്ദേഹം മാപ്പപേക്ഷ നടത്തിയ ഒരു ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴും അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പിന്തുണ ആ രാജ്യത്തിനുള്ളിൽ നിന്ന് കിട്ടുന്നുണ്ട്. കാരണം ജൂതരുടെ ആവശ്യമാണ് പരമാവധി അവരുടെ രാജ്യം വികസിപ്പിക്കുക, പരമാവധി സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക, അവരുടെ ശത്രുക്കളുടെ തലയെരിയുക എന്നുള്ളത് ഒരു പരസ്യമായ ഒരു അജണ്ട പ്രഖ്യാപനം അവർ നടത്തിയിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവിടുന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അദ്ദേഹം വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം നേരിടുന്നു. ഒരു തെരഞ്ഞെടുപ്പ് സമീപഭാവിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ നിലനിൽപ്പിന് വീണ്ടും ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടായി അല്ലെങ്കിൽ സംഘർഷങ്ങൾ തുടരേണ്ടത് നെതന്യാഹുവിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അങ്ങനെ ഉള്ളപ്പോൾ ഒരു യുദ്ധം ഇപ്പോൾ അവസാനിച്ചു എന്ന് നമ്മൾ പൊതുവിൽ കരുതുമെങ്കിലും ഒരു സമ്പൂർണ്ണ ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടാക്കാൻ ബെഞ്ചമിൻ നെതന്യാഹു സമ്മതിച്ചു തരുമോ? അത് ഒരു വലിയ വിഷയമാണ്. കാരണം ഇദ്ദേഹത്തിനെതിരെ അവിടുത്തെ ഷിൻബെറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആഭ്യന്തര ഇന്റലിജൻസ് സംവിധാനമാണ്. അപ്പൊ അവരുടെയൊക്കെ വലിയ റിപ്പോർട്ടുകളുണ്ട്. അതുപോലെ കോടതിയുടെ മുമ്പിലുള്ള ഒരു കേസ് നേരിടുന്നുണ്ടല്ലോ ഈ അഴിമതി സംബന്ധമായിട്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഖത്തറുമായിട്ട് ഈ ഉള്ള ഇടപാടുകളിൽ ഈ അണ്ടർഗ്രൗണ്ട് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് അഴിമതി ആരോപണങ്ങൾ നെതന്യാഹു നേരിടുന്നുണ്ട്. അപ്പൊ അത് നെതന്യാഹു ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പിടിച്ചു നിൽക്കാനുള്ള അവസാന ശ്രമങ്ങളുടെ ഭാഗം കൂടെ തന്നെയാണ് ഈ യുദ്ധം തുടങ്ങിയത് തന്നെ. അതായത് ഈ ഗാസയിലേക്കുള്ള ആക്രമണം തന്നെ ഈ നെതന്യാഹുവിന്റെ ഒരു പിടിച്ചുനിൽപ്പിന്റെ ഭാഗമായിട്ടാണ് അന്ന് തന്നെ പറയപ്പെടുന്നുണ്ടായിരുന്നത്. അത് തീർച്ചയായിട്ടും അതും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ടാവും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്രായേൽ ജനത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജ്യൂസ് എന്ന് പറയുന്നവര് അവരുടെ ഒരു നൂറ്റാണ്ടുകളായിട്ടുള്ള അവരുടെ ഒരു ഭീതിതമായ ഒരു സൈക്കി ഉണ്ട്, DNA ഉണ്ട്. അത് ഇത്രയും കൂടുതൽ ലോകത്ത് പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹം വേറെ ഇല്ലല്ലോ. ഇപ്പൊ നമ്മുടെ ഹിറ്റ്ലറുടെ നാസി ജർമ്മനിയിൽ നടന്ന കാര്യങ്ങളും അറിയാം. അതിനു മുമ്പ് തന്നെ ഈ പറഞ്ഞ പോലെ ജ്യൂസ് ഈ നൂറ്റാണ്ടുകളായിട്ട് പീഡിപ്പിക്കപ്പെട്ട ഒരു സമൂഹമാണ്. അപ്പൊ അതിൽ നിന്ന് അവർക്കൊരു മാതൃരാജ്യം ഇല്ലാതെ അവസാനം അതിനുവേണ്ടി അവരുടെ എല്ലാ ഈ ജൂതന്റെയും ഒരു ശ്രമം അവരുടെ ഒരു മാതൃരാജ്യത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതായിരുന്നു. അവരുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ പോലും, വ്യക്തിപരമായ പഠന മികവിനെ പോലും, വ്യക്തിപരമായ ശേഷിയെ പോലും എല്ലാം ഉപയോഗിച്ചിരുന്നത് അവരുടെ ഈ ഒരു മാതൃരാജ്യം, അവരുടെ ആ സ്വപ്നം ഭൂമിയിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു. അതാണ് 1948 സാധ്യമാവുന്നത്. അത് എപ്പോഴും അവര് ഈ ത്രെറ്റൻഡ് ആണ്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പാരനോയ എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ച ഒരു സമൂഹം പോലെയാണ് അവര്. അതിന്റെ സ്വാഭാവികമായിട്ടും അവരുടെ ചരിത്രം അതിനെ എന്താ പറയുക ഒരു പിന്താങ്ങുകയും ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അതുകൊണ്ടാണ് ഈ ഇസ്രായേലി ജനതയെ നമ്മൾ ഇത് ചെയ്തില്ലെങ്കിൽ നമ്മളുടെ നിലനിൽപ്പ് അപകടത്തിലാണ് എന്ന് ഇസ്രായേലി ജനതയെ ഈ ഭരണകൂടത്തിന് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും യുദ്ധത്തിന് ഇറങ്ങിത്തിരിക്കാനും ഉള്ള ഒരു അന്തരീക്ഷം, ആഭ്യന്തര അന്തരീക്ഷം ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം അതാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും നെതന്യാഹു നന്നായിട്ട് തന്റെ ഈ വ്യക്തി താല്പര്യത്തിന് അല്ലെങ്കിൽ അധികാരത്തിൽ തുടരുന്നതിന് വേണ്ടി ഉപയോഗിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ഈ യാതൊരുവിധമായ മൊറാലിറ്റിയോ അല്ലെങ്കിൽ മനുഷ്യത്വമോ അതല്ലെങ്കിൽ ഒരു സഹാനുഭൂതിയോ അങ്ങനെയുള്ള യാതൊരു വികാരങ്ങളോടും യാതൊരു പ്രതിബദ്ധതയോ അല്ലെങ്കിൽ പ്രതിപത്തിയോ ലോകം എങ്ങനെ തങ്ങളെ കാണുന്നു എന്നുള്ള ചിന്ത പോലും ഇല്ലാത്തൊരു നേതാവാണ് നെതന്യാഹു. അപ്പോ പിന്നെ അതേപോലെ തന്നെ അമേരിക്കൻ ജനതയെ പോലെ തങ്ങളുടെ ഭരണാധികാരിയുടെ ഈ ഇത്തരത്തിലുള്ള നടപടികളെ ചോദ്യം ചെയ്യുന്ന ഒരു സമീപനം പൊതുവിൽ ഇസ്രായേൽ ജനതയ്ക്കില്ല. വല്ലപ്പോഴും മാത്രമാണ് പ്രകടമാകുന്നത്. അസഹനീയമാവുന്ന സന്ദർഭങ്ങളിലാണ് അവർ ഈ പറഞ്ഞതുപോലെ നേതാക്കൾക്കെതിരെ തെരുവിലിറങ്ങുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഈ ഗാസ യുദ്ധത്തിന് ശേഷം പലതവണ യുദ്ധത്തിനെതിരെ ഇസ്രായേലി ജനത തെരുവിലിറങ്ങിയിട്ടുണ്ട്. പക്ഷെ അമേരിക്കൻ ജനതയുടെ കണക്ക് തങ്ങളുടെ നേതാവിനെ സസൂക്ഷ്മം എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനം ഇസ്രായേലിലില്ല. അപ്പൊ അതെല്ലാം ഈ പറഞ്ഞതുപോലെ വളരെ ഇത് വിദഗ്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നെതന്യാഹു ആഭ്യന്തരമായിട്ട് തന്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നതും അതിനുവേണ്ടി അദ്ദേഹം യുദ്ധവും ഞാൻ പറഞ്ഞ യാതൊരു വാല്യൂസിനോടും സ്ക്രൂപ്പിൾസിനോടും
ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നെതന്യാഹു. അപ്പൊ ട്രംപിന് പോലും ആ രീതിയിൽ പെരുമാറാൻ പ്രയാസമാണ്. പക്ഷെ നെതന്യാഹുവിനെ സംബന്ധിച്ച് നല്ല ചുക്ക് നമ്മുടെ ഈ ഗാസയിൽ നടന്ന ആ കൂട്ടക്കുരുതികളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സാധാരണ മനുഷ്യ മനസ്സുള്ളവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. കുഞ്ഞുങ്ങളെയും ഗർഭിണികളെയും സ്ത്രീകളെയും ഒക്കെ ഇങ്ങനെ കൊല്ലുകയായിരുന്നു. അതുമാണ് ഇന്ന് JD വാൻസ് പറഞ്ഞേക്കുന്നത് അത് തന്നെയാണ്. അമേരിക്കയിൽ പോലും ഈ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ അമേരിക്കയിൽ പോലും അവിടുത്തെ റിപ്പബ്ലിക്കൻസിനാണെങ്കിലും ഭരണത്തിലിരിക്കുന്നവർക്കാണെങ്കിലും ജനങ്ങളുടെ അടുത്ത് മറുപടി പറയാൻ പറ്റാതെ പോയിരുന്നു. ഈ ഇസ്രായേലിലെ നെതന്യാഹുവിന്റെ നടപടിക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടായത് അമേരിക്കയിലാണ്. അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ നെതന്യാഹു ഒരു ഈ ഇസ്രായേൽ ജനതയെ അവരുടെ ആ ഭീതിയെ ഉണർത്തുകയും എപ്പോഴും നമ്മൾ ആക്രമിക്കപ്പെടും, നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലാവും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പൊ തന്നെ ഇന്നലെ വന്ന ഒരു അനാലിസിസില് ഞാൻ അത് എനിക്ക് ജെഫ്രി സാക്സിന്റെ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് വർഷങ്ങൾക്ക് ശേഷം, അതായത് ഗാസയിൽ യുദ്ധം തുടങ്ങി അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ ഇപ്പോഴും ഈ ഇറാനായിട്ട് തോന്നിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേലി ജനത ആദ്യമായിട്ട് അവരുടെ ബെഡ്റൂമിൽ കിടന്നുറങ്ങുന്ന ദിവസങ്ങളായിരിക്കും ഇത് എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അതല്ലെങ്കിൽ അവരുടെ റൂഫിന്റെ മുകളിൽ കൂടെ ഒരു മിസൈൽ അല്ലെങ്കിൽ ഒരു ബോംബ് വന്ന് പതിക്കും എന്നുള്ള ഒരു ഭീതിയിലായിരുന്നു ഇസ്രായേലി ജനത. അപ്പോ ആ ഭീതിയിൽ ജീവിക്കുന്ന ഒരു ജനതയാണ്, നിലനിൽപ്പ് ഭീതിയിലും അതുപോലെ തന്നെ ഓരോ നിമിഷവും തങ്ങൾ ആക്രമിക്കപ്പെടാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നിലനിൽക്കുന്ന ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന ജനതയാണ്. അപ്പൊ അതിനെയാണ് നെതന്യാഹു വളരെ വിദഗ്ധമായിട്ട് വിനിയോഗിച്ച് തന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ശരി, നന്ദി സർ.